അപ്പോൾ ഇന്നൊരു യാത്രൻ്റെ വിശേഷമാണ് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും ഇൻറ്റീരിയർ വർക്കാണ് ചെയ്യുന്നത്. അതിൻ്റെ ടൈറ്റ് ഷെഡ്യൂളിൽ 1-2 മാസം ഫുൾ ടെൻഷനിലായിരിക്കും ഓരോ പ്രൊജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളൊരു ഇടയ്ക്കൊരു പ്ലാൻ ചെയ്യാറുണ്ട്. അപ്പോൾ മക്കളൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞു. അവരിത് തണുപ്പടിച്ചത് കാരണം തലേദിവസത്തെ മഴ കാരണം പുതച്ച് മൂടി കിടക്കുകയാണ്, വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും വൈഫും കൂടി വിട്ടു. അപ്പോൾ കോയമ്പത്തൂരാണ് പോകുന്നത്. അപ്പോൾ പുതുശ്ശേരി എത്തിയപ്പോൾ കുറച്ച് മുല്ലപ്പൂവും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞു. അമ്പലത്തിലേക്കല്ലേ പോകുന്നത്. അപ്പോൾ അവിടുന്ന് നേരെ നമ്മൾ വിട്ടു. കാരണം ഒരു പ്രൊജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ 1 മാസം 2 മാസം എന്തായാലും അതിൻ്റെ പിന്നാലെ ഫുൾ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓട്ടമായിരിക്കും. പിന്നെ ഇവർക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ആയത് കാരണം വെക്കേഷനിലൊന്നും നമുക്ക് എവിടെയും പോകാനും പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഒരു വർക്ക് കഴിയുമ്പോൾ 1 മാസം 2 മാസം കൂടുമ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ സ്ഥലങ്ങൾ, നമുക്ക് പറ്റുന്ന സ്ഥലങ്ങൾ ഫാമിലിയായിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് പ്ലാൻ ചെയ്ത് അങ്ങനെ പോകാറുണ്ട്. അപ്പോൾ ഇതും അങ്ങനെ പ്ലാൻ ചെയ്തതാണ്. പക്ഷേ ഇന്നലെ രാത്രി വണ്ടിയിൽ ഫുൾ ഡീസലൊക്കെ അടിച്ചു വെച്ചു. പക്ഷേ രാവിലെ എത്തുമ്പോൾ ഓരോരോ കാര്യങ്ങൾ വന്നു. പിള്ളേർ പിന്നെ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ബൈക്ക് റൈഡ് പറഞ്ഞാൽ എനിക്ക് അങ്ങേയറ്റം ഇഷ്ടമാണ്. ഞാൻ എല്ലാ സ്ഥലങ്ങളും എത്താറുണ്ട്. അപ്പോൾ വൈഫിനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളങ്ങനെ പുറപ്പെട്ടു. ഏകദേശം നമ്മൾ ചാവടി എത്തി. അപ്പോൾ ഒരു ടീ ബ്രേക്കാണ്. ചായ എന്തെങ്കിലും കുടിച്ചിട്ട് അവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് എത്തി. ഇനിയിപ്പോൾ ഇവിടുന്ന് അടുത്താണ്. ഇവിടുന്ന് നോക്കി തന്നെ നമുക്ക് കാണും. നമ്മൾ കോയമ്പത്തൂർ പോകുമ്പോൾ തന്നെ ചാവടി ആ ഭാഗത്ത് എത്തുമ്പോൾ തന്നെ നമുക്ക് കാണാം ആ അമ്പലം. നല്ല തലയെടുപ്പോട് കൂടിയിട്ട് ആ മലയ്ക്ക് മുകളിൽ ഇങ്ങനെ കാണാൻ പറ്റും നമുക്ക്. അപ്പോൾ ചായ കുടിച്ചു. അപ്പോൾ തമിഴ്നാട് പിന്നെ ചായ പിന്നെ അടിപൊളിയാണ് കേട്ടോ. നമ്മളെപ്പോലെ ടിക്കേഷൻ പ്ലസ് പാലല്ല, പാലിൽ തന്നെ ടിക്കേഷൻ വെച്ചിട്ടാണ് തരുന്നത്. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് എക്സ്ട്രാ ഓർഡിനറി ആയിരിക്കും കേട്ടോ. പിന്നെ അവിടെ ബണ്ണ് കാര്യങ്ങൾ വെജിറ്റേറിയൻ ഐറ്റങ്ങൾക്കാണ് അവർ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത്. മറ്റതില്ല എന്നല്ല പറയുന്നത്. അവരെല്ലാം രാവിലെയും വൈകിട്ടൊക്കെ ടിഫിൻ കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ കുറച്ച് നടന്നിട്ട് നമുക്ക് വന്നിട്ട് അല്ലെങ്കിൽ മുകളിലേക്ക് കയറിയിട്ട് വന്ന് ടിഫിൻ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അറിയാം. കാരണം തമിഴ്നാട് വന്നു കഴിഞ്ഞാൽ എന്തായാലും ടിഫിൻ മിസ്സാക്കാൻ പറ്റില്ല. കാരണം ദോശ, ഇഡലി അല്ലെങ്കിൽ മസാല റോസ്റ്റ്, ഉഴുന്നുവട എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു ടേസ്റ്റും ആയിരിക്കും, അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മൾ ആ റോഡിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഫ്ലൈ ഓവർ, അതായത് ആ റെയിൽവേ ട്രാക്ക് വരുന്നില്ല, അടിയിൽ റോഡും റെയിൽവേ ട്രാക്കായിട്ട് മരപ്പാലം എന്ന് പറഞ്ഞ സ്റ്റോപ്പ്. നിങ്ങളിപ്പോൾ കോയമ്പത്തൂർ ഉക്കടത്തേക്ക് പോകുന്ന ബസ് എപ്പോഴും അതിലാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം. അപ്പോൾ ആ റെയിൽവേ ട്രാക്ക് കഴിഞ്ഞ സ്റ്റോപ്പിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കേട്ടോ. ഇതാണ് മരപ്പാലം പറഞ്ഞ സ്റ്റോപ്പ്. അപ്പോൾ ഈ മരപ്പാലം എന്നുള്ള സ്റ്റോപ്പിൽ നിന്ന് ലെഫ്റ്റിലേക്ക് എടുക്കുക. ഒരു 100 മീറ്റർ പോയി കഴിഞ്ഞാൽ അവിടെ തന്നെ ബോർഡ് വെച്ചിട്ടുണ്ട്. അമ്പലത്തേക്കുള്ള ഇതാണ്. ആ മതിലിൽ ഒരു ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ലെഫ്റ്റ്, പിന്നെയും ലെഫ്റ്റ്. ശരിക്കും നമ്മുടെ ഒരു അഗ്രഹാര വീതി പോലെ ഉണ്ടാവും. അഗ്രഹാരം പറഞ്ഞാൽ വീടൊന്നും ആ മോഡലല്ല, പക്ഷേ 2 സൈഡും വീട്, ഇടുങ്ങിയ റോഡ് ഉണ്ടാ. അപ്പം അത് നേരെ അമ്പലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം ഇവിടുന്ന് തന്നെ ആ വ്യൂ കിട്ടുന്നുണ്ട് കേട്ടോ. അത് വല്ലാത്തൊരു കാഴ്ചയാണ്. കുറച്ച് മുമ്പ് വരുമ്പോൾ വേനൽക്കാലം ആയത് കാരണം തന്നെ എല്ലാം ഉണങ്ങി ഒരു വരണ്ട കാലാവസ്ഥയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് മഴയുണ്ട്. അപ്പോൾ കണ്ടോ ചുറ്റും എന്തായാലും പച്ചപ്പ്, ചെടികളും മരങ്ങളൊക്കെ ഏകദേശം നല്ല കളറായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. പക്ഷേ എൻ്റെ മൊബൈൽ ഹോൾഡർ കുറച്ച് ഇങ്ങനെ താഴ്ന്നിട്ടാണ്, ആ ലോങ് വ്യൂ കിട്ടില്ല. ഞാൻ ലോങ് വ്യൂ കാണിച്ചു തരാം. ഇവിടുന്ന് അടിപൊളിയായിരിക്കും ഇവിടുന്ന് കാണുന്നത് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി നമ്മൾ ആ ഫ്രണ്ടിലേക്ക് റോഡ് പോകുന്നില്ല, അവിടുന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അമ്പലത്തിൻ്റെ അടിവാരത്തിലേക്ക് എത്തും. അപ്പോൾ ശിവനാണ് പ്രതിഷ്ഠ കേട്ടോ. ശിവനാണ് പ്രതിഷ്ഠ. അപ്പോൾ ശിവൻ്റെ പ്രദോഷം കാര്യങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കണ്ടോ ലോങ് എന്നുള്ള വ്യൂ ആണ് കേട്ടോ. ആ മുകളിലേക്ക് എത്തണം. 917 സ്റ്റെപ്പ് ഉണ്ട്. ഞങ്ങൾ മുമ്പ് വന്നപ്പോൾ എണ്ണിയായിരുന്നു. അപ്പോൾ ഇറങ്ങുമ്പോൾ നമ്മൾ ഏട്ടനും കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി കയറിയിട്ട് വരുമ്പോൾ കറക്റ്റായിട്ട് എണ്ണിയായിരുന്നു. അടിപൊളി സ്ഥലം കേട്ടോ. അതായത് യാത്ര, അതിസാഹസികമായിട്ടുള്ള യാത്ര, ഈ മലകയറം, കയറ്റം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും വളരെ ഇഷ്ടപ്പെടും കേട്ടോ. വളരെ റിലാക്സ് ചെയ്തിട്ട് ഒരു ദിവസം സമയം എടുത്തിട്ട് തന്നെ വരണം. ഏർലി മോർണിംഗ് തന്നെ വരണം കേട്ടോ. മോർണിംഗാണിത് കയറാനും ഒക്കെ സുഖം. പിന്നെ അവൻ്റെ കാവൽ ദൈവം മൂപ്പരിൻ്റെ ഒരു അടിപൊളി ശില്പം ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. ഇതാണ് അടിവാരത്തിലെ മെയിൻ. ഇവിടെ നിന്നാണ് കയറുന്നത് കേട്ടോ നമ്മൾ. അപ്പോൾ അത് നല്ല കളർഫുള്ളായിട്ട്, തമിഴ്നാട്ടിലെ അമ്പലങ്ങൾ പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, അടിപൊളി കളർഫുള്ളായിരിക്കും. ഒരു ആൽമരം, ഒരു ഗണപതി കോവിൽ. അപ്പോൾ ഗണപതി കോവിലിൽ നിന്ന് തൊഴുതിയിട്ടാണ് നമ്മൾ കയറുന്നത്. ആ ഫ്രണ്ടിലെ എൻട്രൻസിലാണ്. അവിടെ ഒരു ശിവൻ്റെ ശില്പവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുന്ന് പിന്നെ ഒരു മുഖമണ്ഡപം കേട്ടോ. അത് ഫസ്റ്റ് കുറച്ച് ദൂരം ആ മുഖമണ്ഡപങ്ങൾ അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ മോനെ ഒരു രക്ഷയില്ല. അപ്പോൾ മഴയും പെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതാ ചെടികളൊക്കെ പുതിയ നാമ്പുകൾ വന്നു കഴിഞ്ഞു. ഒരു പച്ചപ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. മുകളിൽ നിന്നുള്ള കാഴ്ച ഒരു രക്ഷയില്ല. രാവിലത്തെ ഇളം കാറ്റും ചെറിയ മൂടൽ മഞ്ഞും നല്ല കാറ്റുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമായിട്ടുണ്ട്. മഴ കൂടുതൽ പെയ്യുമ്പോൾ ബുദ്ധിമുട്ടാവും തോന്നുന്നു. സിമെൻറ്റ് സ്റ്റെപ്പായത് കാരണം വഴുതൽ വരുമെന്ന് വിചാരിക്കണം. ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ അടിപൊളിയാണ്.
സമയമേ നീ ഒഴുകി നീങ്ങാതിവിടെ മതിവരെ നിന്നു തരൂ നിറയുക സിരകളിൽ അനുപമലഹരികളെ പകലിലേറെ അഴകുമായി വരുമൊരതിശയരാവു തരും സുഖമിതു മറയരുതിനിയൊരു പിറവി വരെ കാതിനോരമാരോ പാടി തിരി തിരി വരു തിരി തിരിയുടെ കതിരൊളിയോ മൽച്ചേരുളേ മെലിവിന ചുറ്റി തൊഴുതുണരാൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഭയങ്കര ഫീലാണ് ട്ടാ. അപ്പോൾ നമ്മൾ ഒന്നിച്ച് നടക്കുമ്പോഴും ഇടയ്ക്കിങ്ങനെ ഒരു സമയമാണ് നമുക്ക് ഭയങ്കര ബാക്കിയുള്ള സമയമൊന്നും നമുക്ക് കിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഒരു വർക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടെൻഷനും കാര്യങ്ങളും പിന്നെ സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ പിള്ളേരെ സ്കൂളിൽ കൊണ്ടേക്കുക. അപ്പോൾ അങ്ങനെ അവസാനം നമ്മൾ മുകളിലെത്തിയിട്ടാണ്. ഇതാണ് അമ്പലം. പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിൽ ക്യാമറയും കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ. അവർ വേണ്ടാന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ അത്രയും മുകളിൽ കയറിയിട്ട് ഇതൊക്കെ വീഡിയോ എടുത്ത് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെല്ലാവരും കയറി കാണണം. അതാണ് അതിൻ്റെ രസം. അപ്പോൾ നമ്മളവിടുന്ന് കുറച്ച് ഫോട്ടോഷൂട്ട് നമ്മൾ കുറച്ച് ഫോട്ടോകളും കാര്യങ്ങളൊക്കെ എടുത്ത് അതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച റെയിൽവേ സ്റ്റേഷൻ്റെ അതേപോലെ തന്നെ നമ്മുടെ റോഡുണ്ടല്ലോ പാലക്കാട് കോയമ്പത്തൂർ ഹൈവേ ഉണ്ട്. അവിടെ നിന്ന് ലോങ് നിന്ന് കാണുന്നത്. അപ്പോൾ നമ്മൾ ബസ്സിൽ വരുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടും കാണാറുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു ഭയങ്കര രസമാണ് കേട്ടോ. എല്ലാ ഹൗസിങ് കോളനികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ പച്ചപ്പും കാര്യങ്ങളും മൊത്തത്തിൽ എന്താ പറയുക മനസ്സിന് വളരെ കുളിർമ നൽകുന്നൊരു സ്ഥലം കേട്ടോ. എന്തായാലും ഒരു പ്രാവശ്യം പോയി നോക്കണം കേട്ടോ. നമ്മൾ പാലക്കാട് ഇത്ര അടുത്തുണ്ടായിട്ട് നമ്മൾ തന്നെ പോവാറില്ല. ശരിക്കും ഒരു ദിവസം ഒരു വീക്കെൻഡിൽ ഒരു ഞായറാഴ്ച രാവിലെ എണീച്ച് പോയി കഴിഞ്ഞാൽ അടിപൊളിയാണ്. അപ്പം നമ്മളവിടുന്ന് തൊഴുതി പ്രാർത്ഥിച്ച് ഇറങ്ങി. അവിടുത്തെ ശാന്തിക്കാർ കണ്ടത് നമ്മുടെ അടുത്ത് ചോദിച്ചു കേട്ടോ, എവിടെ നിന്നാണ് വരുന്നത്, നിങ്ങൾ ഇവിടുത്തെ ആൾക്കാരല്ല, കാരണം നമ്മളെ കണ്ടാൽ തന്നെ അറിയാമല്ലോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ പാലക്കാട്ടിൽ നിന്ന് വരികയാണ്. അപ്പോൾ എന്താണ് പ്രാർത്ഥന എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പ്രാർത്ഥനയൊന്നുമില്ല, നന്നായിട്ട് പോകുന്നുണ്ട്, അതുപോലെ തന്നെ ഈ ലൈഫ് ഇതേപോലെ തന്നെ പോകണം പറഞ്ഞു. തീർച്ചയായിട്ടും. അപ്പോൾ മക്കളൊക്കെ എത്ര പേരാണെന്നൊക്കെ പറഞ്ഞ് അവർ ചോദിച്ചു. അപ്പോൾ 2 പേരുണ്ട്. അപ്പോൾ അവരെന്താ വന്നില്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ സൈഡിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാലിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇറങ്ങുമ്പോൾ ശരിക്കൊരു വിറയലുണ്ട്, കാരണം അത്രയും സ്റ്റെപ്പ് ഓടി കയറിയതാണ്. അപ്പോൾ ഇറങ്ങുമ്പോൾ അപ്പോൾ സൈഡിലേക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോൾ കുറച്ച് ഒരു ആശ്വാസം കിട്ടും കേട്ടോ. നമ്മൾ സ്ട്രെയിറ്റ് ഇറങ്ങണേക്കാളും അത് ഇറങ്ങുമ്പോൾ അറിയാം. അപ്പോൾ അതേ സ്പോട്ടിൽ കയറിയിട്ട് അതേ സ്പോട്ടിൽ തിരിച്ചിറങ്ങുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്, കാലൊരു വിറയലുണ്ട്. അപ്പോൾ നമ്മൾ അടിവാരം എത്തി വണ്ടി എടുത്തു കേട്ടോ. അപ്പോൾ അവരുടെ അടുത്ത് ഇനി ഒരു പ്രാവശ്യം കൂടി ശാന്തിക്കാരൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ ഉടനെ വരും, മക്കളെയും കൂട്ടിയിട്ട് ഒരു ദിവസം വരുന്നുണ്ട് ഫാമിലി. തീർച്ചയായിട്ടും വരണം, അപ്പോൾ നിങ്ങളെല്ലാവരും വരി എന്നൊക്കെ പറഞ്ഞു. ഇവിടെ പിന്നെ ശിവൻ്റെ അമ്പലം ആയതുകൊണ്ട് തന്നെ പ്രദോഷം കാര്യങ്ങൾ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. രാവിലെ 6 മണിക്ക് തുറക്കുന്നത്, 6 മണി മുതൽ പൂജയുണ്ടാവും, 11 മണിയാകുമ്പോൾ അടയ്ക്കും. പിന്നെ വൈകിട്ട് അതേപോലെ തന്നെ 4 മണിക്ക് തുടങ്ങുന്നുണ്ട് അവർ, അതേപോലെ 6 മണിയാകുമ്പോൾ അടയ്ക്കും. അപ്പോൾ രാവിലെയും വൈകിട്ടും കയറണം കേട്ടോ, അടിപൊളി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണവും ഉണ്ടാവില്ല, ആ തണുത്തൊരു കാലാവസ്ഥ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഉച്ച നേരത്തൊക്കെ നമ്മൾ അതിസാഹസികതയായിരിക്കും, കാരണം ഭയങ്കര വെയിലും കാര്യങ്ങളും. അതായത് ഇവിടെ നിന്നാണ് കയറിപ്പോകുന്നത്, മെയിൻ അടിവാരത്തെ മെയിൻ മുഖം പണിട്ട പോകുന്നത് കേട്ടോ. അവിടെ ഒരു കട മാത്രം, ആ ലെഫ്റ്റിൽ കാണുന്ന ഒരു കട മാത്രമേ ഉള്ളൂ കേട്ടോ. അതിൽ അത്യാവശ്യം ജ്യൂസ് അങ്ങനത്തെ ഐറ്റം, ഐസ്ക്രീം അങ്ങനത്തെ ഐറ്റമൊക്കെ ഉള്ളൂ. പിന്നെ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഗിരിവലം പറഞ്ഞിട്ട് എല്ലാ പൗർണമി ദിവസവും ഈ മല ചുറ്റി യാത്ര ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്, ഘോഷയാത്രയായിട്ട് കേട്ടോ. അത് ഏകദേശം 4.5 കിലോമീറ്റർ ഉണ്ട് അത്ര. അപ്പോൾ രാവിലെ 7 മണിക്ക് തുടങ്ങും അത് പൗർണമി ദിവസം. അപ്പോൾ അതിന് എത്താൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞാണ്. അപ്പോൾ അവർ ലിസ്റ്റൊക്കെ തന്നിട്ടുണ്ട് ഏതൊക്കെ ദിവസമാണ് ഇത് ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ട്. അതായത് പൗർണമി എല്ലാ മാസവും പൗർണമി ദിവസമാണ് അത് ഉണ്ടാവുക. അപ്പോൾ രാവിലെ ഉണ്ടാവും. അപ്പോൾ ഫോറസ്റ്റുകാരും കാര്യങ്ങളും ഉണ്ടാവും. 6000 മുതൽ 60,000 ആൾക്കാർ വരെ പങ്കെടുക്കുന്നതാണ് പറയുന്നത് ഈ 4.5 കിലോമീറ്റർ ചുറ്റാൻ. അപ്പോൾ നമ്മൾ വെളിയിലെത്തി. എന്തായാലും തമിഴ്നാട് വന്നാൽ ഞാൻ പറഞ്ഞല്ലോ, വെജിറ്റേറിയൻ ഫുഡ് എന്തായാലും മിസ്സാക്കില്ല, ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ നേരെ വിട്ടു കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലേക്കാണ്. ഇവിടുന്ന് നേരെ ഹൈവേ തന്നെയാണ് നമ്മുടെ വീട്. അപ്പോൾ ഏകദേശം 10-35 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ വേറെ 1-2 സ്ഥലങ്ങൾ കാണാനുണ്ട് കേട്ടോ. അവിടെ ഒരു നന്ദി കോയിൽ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ശിവൻ്റെ വാഹനമായ നന്ദിൻ്റെ വലിയൊരു ശില്പം ഉണ്ടാക്കിയത്. അത് ശരിക്കും അമ്പലമല്ല, അതൊരു മഠമാണ് സംഭവം. അപ്പോൾ അതിലേക്ക് ഒന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് എന്തായാലും ഇതുവരെ വന്നല്ലോ. അപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ യാത്ര എന്തായാലും അടിപൊളിയായി. പിള്ളേരില്ലാത്തത് ഒരു മിസ്സിങ് ആണ്, ഒരു ഭയങ്കര ഒരു ഇതായി. പക്ഷേ കുഴപ്പമില്ല, അവർ പറഞ്ഞു അച്ഛാ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ പോയിട്ട് വന്നോളേ, നമുക്ക് അടുത്ത പ്രാവശ്യം എല്ലാവരും കൂടി ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് നന്ദിക്കോവിൽ കേട്ടോ. നല്ല വലിയൊരു നന്ദിൻ്റെ ശില്പമായിട്ട്. അപ്പോൾ ഇതൊരു കോവിലല്ല, ശരിക്കൊരു മഠമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം.